സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യത്തെ ശ്രദ്ധേയനായ യുവ പാർലമെന്റേറിയനുമായ ശ്രീ എം ബി രാജേഷാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 1 കൊച്ചിയിൽ ആരംഭിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൗമുദി ടിവിയുമായി സംസാരിക്കാൻ ശ്രീ രാജേഷ് സമയം കണ്ടെത്തി. സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ എം ബി രാജേഷ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം കൊച്ചിയിൽ ഫെബ്രുവരി 1 ആരംഭിക്കുകയാണ്. എന്താണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട? ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ സാഹചര്യത്തിലാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കൈവരിച്ച പരിമിതമായ നേട്ടങ്ങൾ പോലും അഭൂതപൂർവമായ തരത്തിൽ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രസങ്കല്പം തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ളൊരു ആക്രമണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉയർന്നു വന്ന രാഷ്ട്രസങ്കല്പത്തിനു നേരെ, ജനങ്ങൾക്ക് നേരെ ഇപ്പോൾ അഴിച്ചുവിടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുതന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. ഇപ്പോൾ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ആരംഭിച്ച ഈ ആക്രമണത്തിനെതിരെ ആദ്യത്തെ ഫലപ്രദമായ ചെറുത്തുനിൽപ്പ് ഉയർന്നു വന്നത് ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ തന്നെയാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. അത് പിന്നീട് ചെന്നൈ IIT-യിലേക്ക് വ്യാപിച്ചു. JNU, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എല്ലാം സമരമുഖങ്ങളായി മാറി. ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള, ഒപ്പം സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള വിശാലമായ സമരനിര, ചെറുപ്പക്കാരുടെ സമരനിര കെട്ടിപ്പടുക്കുക, എങ്ങനെ ആ സമരനിരയെ ഇതര ജനവിഭാഗങ്ങളുടെ ഒരു സമരനിരയുമായിട്ട് കണ്ണി ചേർക്കാം, ഇതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. ഇപ്പോൾ ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളവരെല്ലാം അതിനുതകുന്ന തരത്തിൽ, ഇത്തരമൊരു ധാരണ രൂപപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ ഉള്ള ആളുകളെയാണ്. ഇപ്പോൾ JNU SU സമരം നടന്നപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലായിടത്തും ഞങ്ങൾ ഇടപെട്ടതാണ്. DYFI ഇടപെട്ടിരുന്നു. DYFI 13 യുവജന സംഘടനകളെ ദേശീയ അടിസ്ഥാനത്തിൽ ഒന്നിപ്പിച്ച് ഈ പ്രശ്നത്തിൽ യോജിപ്പിക്കാൻ നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സമ്മേളനത്തിൽ ഇവിടെ നിന്നെല്ലാമുള്ള പ്രതിനിധികൾ വരും. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, JNU-വിൽ നിന്ന്, അതുപോലെ HCU-വിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ വരും. ധാബോൽക്കറുടെയും അതുപോലെ ഗോവിന്ദ് പൻസാരുടെയും മക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാധിക വെമുല ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ കോണ്ടെക്സ്റ്റിൽ ഒരു യോജിച്ച സമരനിര ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കളുടെ കാലാവധി ഇപ്പോൾ ഒരു ടേം പൂർത്തിയാവുകയാണ്. ഈ പദവിയിൽ തുടരുമോ? ഞാൻ DYFI-യിൽ നിന്ന് വിരമിക്കാനുള്ള സമയമായി. അന്തിമമായ തീരുമാനം സമ്മേളനത്തിൻ്റേതാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമല്ല, അല്ലാതെയും സംഘടനാപരമായിട്ടും വിരമിക്കാനുള്ള സമയമായിരിക്കുന്നു. DYFI ഈ കഴിഞ്ഞ കാലയളവിൽ പ്രത്യേകിച്ച് താങ്കൾ അഖിലേന്ത്യാ പ്രസിഡന്റായ ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഈ കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം. അതിൽ വിജയം കണ്ടെത്തി, അതിൽ അഭിനന്ദിക്കുന്നു. ഈ കാര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അന്നേരം ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ അത് ലഭ്യമാക്കാനുള്ള സമ്മർദ്ദം ചെലുത്തും. തീർച്ചയായും ഒന്നാമത് ആ ഇടപെടൽ DYFI സംഘടന കൂട്ടായിട്ട് നടത്തിയതാണ്. പ്രത്യേകിച്ച് കേരള ഘടകമാണ്. എനിക്ക് തോന്നുന്നത് TV രാജേഷാണ് DYFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത്. ആ കേരള ഘടകത്തിൻ്റെ അഭിനന്ദനാർഹമായിട്ടുള്ള മുൻകൈയാണ് അതിലുണ്ടായത്. അത് നിയമപോരാട്ടം മാത്രമായിരുന്നില്ല, ബഹുമുഖമായിട്ടുള്ള പോരാട്ടമാണ് DYFI നടത്തിയത്. ഒന്ന്, ഈ എൻഡോസൾഫാൻ ഉൽപ്പാദനം നിർത്തിപ്പിക്കുന്ന തരത്തിലുള്ള സമരം നടത്തി. DYFI സമരത്തിൻ്റെ ഫലമായിട്ടാണ് എൻഡോസൾഫാൻ ഉൽപ്പാദനം നിർത്തിവെക്കാനൊരു നിർബന്ധിതമായത്. നിരന്തര ഉപരോധമൊക്കെ സംഘടിപ്പിച്ചു. 2, അവിടെ ഞങ്ങൾ വലിയ റിലീഫ് വർക്ക് നടത്തി. ഏതാണ്ട് 20ഓളം വീടുകൾ വെച്ചു കൊടുത്തു. അനേകം പേർക്ക് ഇപ്പോഴും DYFI സാമ്പത്തിക സഹായം, ഇരകൾക്ക്, വളരെ പാവപ്പെട്ട ഇരകൾക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 50-ലേറെ കുട്ടികളുടെ, ഇരകളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ പൂർണ്ണ വിദ്യാഭ്യാസ ചെലവ് DYFI വഹിച്ചുകൊണ്ടിരിക്കുന്നു. സൗജന്യ ആംബുലൻസ് സർവീസ് എൻഡോസൾഫാൻ ഇരകൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വലിയ റിലീഫ് വർക്ക് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന നിലയിലാണ്, ഒന്ന് നേരിട്ടുള്ള സമരം, റിലീഫ് വർക്ക്. മൂന്നാമത്തേതാണ് നിയമ പോരാട്ടം ഞങ്ങൾ സ്വീകരിച്ചത്. ആ നിയമ പോരാട്ടം ഇന്ന് രാജ്യത്തെ പരമോന്നത സുപ്രീം കോടതിയിൽ തന്നെ വിജയിച്ചിരിക്കുകയാണ്. അതിയായ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇരകൾക്ക് നീതി കിട്ടാൻ ഞങ്ങൾക്ക് ഒരു സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന
ഞങ്ങളിതിലൊരു വിഭാഗീയ സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് DYFIക്ക് മാത്രം സ്വന്തമാക്കണമെന്ന സമീപനമല്ല. അനേകം പേര് സമരം ചെയ്തിട്ടുണ്ട്. ആ സമരങ്ങളിലെല്ലാം പങ്കാളിയാവുക മാത്രമല്ല സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇതെല്ലാം ഞങ്ങൾ നടത്തുമ്പോൾ ആ നിലയിലാണ് ഞങ്ങളതിൽ ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ പല മാധ്യമങ്ങളും അതിൽ DYFIയുടെ ഹർജിയായിരുന്നു എന്ന് പോലും പറയാൻ മടിച്ചിട്ടുണ്ട്. അത് തമസ്കരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരുതരം ഇടുങ്ങിയ സങ്കുചിതമായിട്ടുള്ള മനോഭാവം, വളരെ ഒരു തരം വൾഗറായ മനോഭാവം പ്രകടമായിട്ടുള്ള സന്ദർഭമായിട്ടുള്ള മാധ്യമങ്ങളുടെ കാര്യം അറിയില്ല. പക്ഷേ കേരളകൗമുദിയുടെ മുഖ്യ വാർത്ത തന്നെ കേരളകൗമുദിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പേര് പറയുന്നില്ല. പത്രം വായിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പത്രം, ആ പത്രത്തിൻ്റെ അപാരമായ തൊലിക്കെട്ടിയെക്കുറിച്ച് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയലിൽ ഒരിടത്തും DYFIയെക്കുറിച്ച് പരാമർശമില്ല എന്ന് മാത്രമല്ല, ഇതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ് എന്നും പറഞ്ഞ് അവകാശവാദം പോലും ഉന്നയിച്ചിരിക്കുന്നു. ഉന്നയിച്ചോട്ടെ. പക്ഷേ DYFIയുടെ ഒരു പങ്കിനെക്കുറിച്ചൊരു പരാമർശമെങ്കിലും വരേണ്ടതല്ലേ. കേരളകൗമുദി അത് ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളതിനുള്ള നന്ദി പറയും. ഈ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരു വലിയ ഉത്തരവാദിത്തം വന്നിരിക്കുന്നത്, അത് നിറവേറ്റുമെന്ന് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി നയിച്ച ജാഥയിൽ അംഗമായിരുന്നു. ഞങ്ങളുടെ ജാഥ തുടങ്ങുന്നത് കാസർഗോട്ട് എൻഡോസൾഫാൻ തുടങ്ങുന്നതിന് മുമ്പേ എൻഡോസൾഫാൻ ബാധിതരെ പിണറായി നേരിട്ട് സന്ദർശിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ കരുതൽ, കൺസേൺ നന്നായിട്ടുള്ള ഗവൺമെൻറ്റാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും ഈ കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ ഇവർക്ക് നീതി കിട്ടാനുള്ള നടപടികൾ മുൻഗണനാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ 10 വീട് വെച്ചു കൊടുക്കാനാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. പക്ഷേ അതൊരു ഉത്സാഹമായിട്ട് പ്രവർത്തകരിൽ മാറി തീരുമാനമില്ലാതെ തന്നെ 3 വീടുകൾ കൂടി ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു. 13 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു സമര സംഘടനയിൽ നിന്ന് മാറി ഒരു സന്നദ്ധ സംഘടന, അല്ലെ ഉശിരുള്ള സമരങ്ങൾ സംഘടിപ്പിച്ച DYFI ഇപ്പോൾ സംഗമങ്ങൾ നടത്തുന്നു. എന്താണ് ഈ മാറ്റം? അല്ല, ഞാൻ പറഞ്ഞു, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻഡോസൾഫാനിൽ പ്രശ്നത്തിൽ ഞങ്ങൾ സമരം നടത്തി, തല്ലുകൊണ്ടു, DYFI പ്രവർത്തകർ ജയിലിൽ പോയി. അതെല്ലാം ഒരു കുറവും വരാതെ നടത്തി. അതിനൊപ്പം മറ്റ് മേഖലകളിൽ കൂടി കൂടുതൽ ഇടപെടുന്നു എന്നുള്ളതാണ്. DYFIയുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ മാനുഷികമായ എല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇടപെടണം എന്നുള്ളതാണ്. സമരരംഗത്ത് മാത്രമല്ല. അപ്പോൾ സമരരംഗത്തായിരുന്നു നേരത്തെ കൂടുതൽ ഊന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഊന്നലിൽ കുറവ് വരാതെ തന്നെ മറ്റ് മേഖലകളിൽ, ഇപ്പോൾ നിയമ പോരാട്ടം മുമ്പ് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുള്ള മേഖലയല്ല. ഇപ്പോൾ അതും ഞങ്ങൾ ഇടപെടുന്നു. അപ്പോൾ കുറേ കൂടി വൈവിധ്യവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തനങ്ങളെ. അതല്ലാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയല്ല. പ്രവർത്തനങ്ങളുടെ ഒരു വൈവിധ്യവൽക്കരണം പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാവുന്ന തരത്തിൽ. ഈ രണ്ടാം ഗുരുവായൂർ സത്യാഗ്രഹം പോലെ വളരെ ശ്രദ്ധേയമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവ് കൂടിയാണ് താങ്കൾ. പക്ഷേ അതുപോലുള്ള ഒരു ഉശിരൻ പ്രകടനങ്ങൾ, പല തീക്ഷ്ണമായ സമരമുഖങ്ങളിൽ ഇപ്പോൾ DYFI കാണാനില്ലെന്ന ആക്ഷേപമുണ്ട്. അല്ല, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ രണ്ടാം ഗുരുവായൂർ സത്യാഗ്രഹം അന്ന് ഉയർന്നു വന്നൊരു പ്രശ്നത്തോടുള്ള പ്രതികരണമായിരുന്നു. ഞാനത് ആവർത്തിക്കേണ്ടതെന്ന് തോന്നുന്നില്ല. വയലാർ രവിയുടെ പേരക്കുട്ടിയുടെ ചോറൂടിനെ തുടർന്ന് പുണ്യാഹം തളിച്ച പ്രാകൃതമായ അപരിഷ്കൃതമായ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മുഖത്ത് ചവിട്ടുന്ന തരത്തിലുള്ള നടപടിയുണ്ടായപ്പോൾ രാഷ്ട്രീയമൊന്നും നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ ആദ്യം ഇടപെട്ട സംഘടനയാണ്. ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്, അന്ന് എനിക്ക് ശ്രീ വയലാർ രവിയായിട്ട് ഒരു പരിചയമില്ല. ഞാൻ MP യുമായിട്ടില്ല. DYFI സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് ഡൽഹിയിൽ നിന്ന് വന്നു. അഭിനന്ദനവും പിന്തുണയും അറിയിച്ചു. വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട സമരമായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എൻഡോസൾഫാൻ മറ്റൊരു ഇടപെടലാണ്, എൻഡോസൾഫാൻ വേറൊരു ഇടപെടലാണ്. പിന്നെ കേരളത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമന നിരോധനത്തിനെതിരായിട്ടുള്ള സമരം DYFI ആണ് മുൻകൈയെടുത്തത്. ഞാൻ പറഞ്ഞു, ദേശീയാടിസ്ഥാനത്തിൽ ഇപ്പോഴാണ് ചെന്നൈയിൽ നോട്ട് നിരോധനത്തിനെതിരായിട്ട് സമരം നടത്തിയ DYFI പ്രവർത്തകർക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ക്രൂരമർദ്ദനമാണ് ഏറ്റുവാങ്ങിയത്. ബാംഗ്ലൂരിൽ ഈ സംഘപരിവാറിൻ്റെ ഗോവധത്തിൻ്റെ പേരിലുള്ള കടന്നാക്രമണങ്ങളെ ചെറുക്കാൻ DYFI സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവൽ, അതിൽ പങ്കെടുത്ത ഗിരീഷ് കർണാട് ഉൾപ്പെടെയുള്ള, ജ്ഞാനപീഠം ജേതാവ് ഗിരീഷ് കർണാട് ഉൾപ്പെടെയുള്ള ആളുകളെ മുഴുവൻ DYFI നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഗിരീഷ് കർണാടും DYFIയുടെ കർണാടകയിലെ നേതാക്കളും ഇപ്പോൾ ഒരുമിച്ച് കേസിൽ പ്രതിയാണ് ആ സമരത്തിൽ. അതുപോലെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമരത്തിന് ആദ്യം പിന്തുണയുമായിട്ട് എത്തിയ സംഘടന DYFI ആണ്. ഹൈദരാബാദിൽ ഞങ്ങളാണ് അവിടെ എത്തിയിട്ടുള്ളത്. എല്ലാ സമരമുഖങ്ങളിലും DYFI ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു സമരം നടക്കുകയാണ്. അതിൻ്റെ മുന്നിൽ SFI ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ DYFI അവിടെ ഒന്നും കാണാനില്ല.
അല്ല, SFI അതിലുണ്ടെന്നുള്ളത് എന്തായാലും അംഗീകരിക്കുന്നുണ്ടല്ലോ. DYFI പ്രത്യക്ഷത്തിൽ ഇടപെടേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നാൽ DYFI ഇടപെടും. ഈ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, കേരളത്തിൽ വളരെ സുശക്തമായിട്ടൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്. ഒരു വിദ്യാഭ്യാസ പ്രശ്നം എന്ന നിലയിൽ അവർ തന്നെ ലോ അക്കാഡമി സമരമായിരിക്കും ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അവിടെ SFI എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണ DYFI ഉണ്ട്. ഇനി അതല്ല, പ്രത്യക്ഷമായ ഒരു ആക്ഷനിലേക്ക് DYFI വരേണ്ട ഘട്ടം വന്നാൽ ഞങ്ങളതും ആലോചിക്കും. പക്ഷേ ആ സമരത്തിൽ ഇപ്പോൾ ലോ അക്കാഡമിയിലെ സമരം തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ സമരത്തിൽ CPM, താങ്കൾ CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കൂടിയാണ്, CPMൻ്റെ ഭാഗത്തുനിന്ന് ഒരു കള്ളക്കളി ഉണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാശ്രയ കോളേജുകളുടെ മറവിൽ നടക്കുന്ന കൊള്ളയെയും ചൂഷണത്തെയും അരാജകത്വത്തെയും കുറിച്ചാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ലോ അക്കാഡമി സമരം കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIMൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. കോടിയേരി ഇന്നലെ സമരമുഖത്ത് നേരിട്ട് പോയി വിദ്യാർത്ഥികൾക്ക് പിന്തുണ. പക്ഷേ കോടിയേരി അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഇത് വിദ്യാർത്ഥികളുടെ മാത്രം സമരമാണ്, ഇതൊരു പൊതു പ്രശ്നമായി വളർത്തിക്കൊണ്ട് വരേണ്ടതില്ല എന്നൊരു പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രസ്താവനയല്ല. കേൾക്കൂ, വിദ്യാർത്ഥി സമരമാണല്ലോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സമരത്തെ വേറെ താല്പര്യത്തോടെ മുതലെടുക്കാനുള്ള ചില ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് സമരമുഖങ്ങളിലൊന്നും കാണാത്ത ആളുകൾ ഇപ്പോൾ ആകാശത്തു നിന്ന് പൊട്ടി വീണതുപോലെ ഇപ്പോൾ ഉപവാസം പ്രഖ്യാപിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടിയേരി അങ്ങനെ പ്രതിഷേധിക്കാൻ അവർക്ക് അവകാശത്തിൽ നിന്ന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ ഇരട്ടത്താപ്പിനെയും കാപട്യത്തെയുമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പ് ഇവിടെ കാണിക്കുന്ന CPM അല്ല. ഞാൻ പറയാം, കാരണം ഞാനൊരു ചോദ്യം ചോദിക്കും. അതായത് ഇവിടുത്തെ 11.5 ഏക്കറോളം സ്ഥലം സർക്കാരിൻ്റെതാണ്, അത് അനാവശ്യമായി കൈവശം വെച്ചിരിക്കുന്നതാണെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷേ പാർട്ടി സെക്രട്ടറി പറയുന്നത് അതിവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. എനിക്കൊരു ഉദാഹരണമായിട്ട് പറയാനുള്ള, വർഗീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നീട് അത് അന്വേഷണത്തിൽ വെടിവെച്ച് കൊന്നതാണെന്ന് പറയുകയും പ്രതി ശിക്ഷിക്കപ്പെടുകയും ചെയ്ത സംഭവമുണ്ട്. അന്നേരം പഴയ ഒരു കാര്യം ഇപ്പോൾ ചർച്ചയാക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ എന്തൊരു സാങ്കത്യമുണ്ട്? ഇപ്പോൾ ലോ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കുട്ടികൾ ഉന്നയിച്ച ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങളെല്ലാം ഇതിനകം സിൻഡിക്കേറ്റ് ഉപസമിതി പരിശോധിച്ചു, റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഇന്നത്തെ പത്രങ്ങളിൽ കണ്ടത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാവും. സർക്കാർ സ്വീകരിക്കേണ്ട നടപടി സർക്കാർ സ്വീകരിക്കും, യൂണിവേഴ്സിറ്റി സ്വീകരിക്കേണ്ട നടപടി യൂണിവേഴ്സിറ്റി സ്വീകരിക്കും. CPIM അക്കാര്യത്തിൽ ഒരു കള്ളക്കളി ഉണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് വരില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. സിൻഡിക്കേറ്റിൽ നിർണായകമായിട്ടുള്ള റോള് CPIM തന്നെയാണല്ലോ അക്കാര്യത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ഏത് പ്രശ്നം കേരളത്തിൽ വന്നാലും ആദ്യം എങ്ങനെ CPIM പ്രതിക്കൂട്ടിലാക്കാം എന്ന ശ്രമം നടക്കാറുണ്ട്. അത് കഴിഞ്ഞ് കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് വന്നതിന് ശേഷം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് നടക്കുക. സമയമില്ലാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ ശക്തമായ ഒരു CPIM വിരുദ്ധ ചേരി, ഒരു വലതുപക്ഷ കേന്ദ്രീകരണം ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിൽ തീവ്ര ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും കൈകോർക്കുന്നൊരു ഘട്ടത്തിലേക്ക് ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കാണാൻ. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെയൊക്കെ കാണേണ്ടത്. ഇപ്പോൾ ലോ അക്കാഡമി പ്രശ്നം ഒറ്റപ്പെട്ട പ്രശ്നമല്ല. കേരളത്തിൽ പൊതുവിൽ സ്വാശ്രയ കോളേജുകൾ, സ്വകാര്യ കോളേജുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. എന്നാൽ ലോ അക്കാഡമിയിൽ ചില സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. അത് വളരെ നല്ലൊരു സ്ഥാപനം. എല്ലാ സ്വാശ്രയ കോളേജുകളെയും പോലെ എല്ലാ ലോ അക്കാഡമി ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒന്ന്, ക്യാപിറ്റേഷൻ ഫീസ് അവിടെ അഡ്മിഷൻ വാങ്ങാറില്ല, നോർമൽ ഫീസാണ് അവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണെങ്കിലും വളരെ നല്ലൊരു സ്ഥാപനം എന്ന് എങ്ങനെ പറയും? അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇപ്പോഴത്തെ കാര്യമല്ല, അതാ ഞാൻ പറഞ്ഞത്. കാര്യമാണ് സമര വിഷയം. അതെ, അതുകൊണ്ടാണല്ലോ ഞങ്ങളതിനെ പിന്തുണയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു നല്ല പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തെ ഒരു വഷളായ നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ആരാണ് എത്തിച്ചത്? പ്രിൻസിപ്പളിനെതിരായിട്ടാണല്ലോ ആക്ഷേപം പോകുന്നത്. വിദ്യാർത്ഥികളാണോ എത്തിച്ചത്? പ്രിൻസിപ്പൽ തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുള്ളത്. ഈ പ്രിൻസിപ്പൽ രാജിവെക്കുകയോ പ്രിൻസിപ്പലിനെ മാറ്റുകയോ വേണം എന്നുള്ളതാണ് SFIയുടെ ഉൾപ്പെടെയുള്ള ആവശ്യം. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? SFI ഉന്നയിച്ച ആവശ്യത്തോട് ഞങ്ങൾക്ക് പൂർണ്ണ യോജിപ്പല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ളൊരു സ്ഥാപനം കൂടിയാണത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ, അല്ലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പെരുമാറുന്നില്ല? പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് അവിടെ പോയിരിക്കുന്നു. പാർട്ടിയുടെ ഉന്നതനായ നേതാവ്, മുഖ്യമന്ത്രി ഈ പൊതുവിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെക്കുറിച്ച് നിശിത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിക്ക് കൂടി CPIM കൂടി നിർണായക സ്വാധീനമുള്ള സിൻഡിക്കേറ്റ് അത് സംബന്ധിച്ച് ഈ ക്രമക്കേടുകളുണ്ട് എന്ന് തന്നെ ആരെയും രക്ഷിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല. കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള സിൻഡിക്കേറ്റ് പാർട്ടി കേരളം ഭരിക്കുന്നു, പക്ഷേ 18 ദിവസമായിട്ട് നിരാഹാരം കിടക്കുകയാണ് കുട്ടികൾ. അതെ, പാർട്ടി കേരളം ഭരിക്കുന്നു എന്നതുകൊണ്ട് ആരും ഇനിയൊരു സമരം ചെയ്യേണ്ട, എല്ലാ സമരവും സർക്കാർ നേരിട്ട് നടത്താം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരം സമരങ്ങളോട് കുറെ കൂടി ഒരു വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. ആ സമരങ്ങളോടുള്ള സമീപനം കണ്ടത് UDFൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഈ സമരം ഇങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ പോയിട്ടുണ്ടാവുക. ഇതിനകം തന്നെ അവിടെ ചോരപ്പുഴ ഒഴുകുമായിരുന്നു. ഞങ്ങൾ LDFൻ്റെ അല്ലെങ്കിൽ LDF നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന്
ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ നടത്തുന്ന സമരങ്ങളോട്, വിദ്യാർത്ഥി സമരങ്ങളോട്, യുവജന സമരങ്ങളോട് ഒക്കെ വ്യത്യസ്തമായ സമീപനമാണുള്ളതിൻ്റെ തെളിവാണ്. എന്തായാലും ഈ സമരത്തിൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം വരുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഞാനതാ വിചാരിക്കുന്നത്. താങ്കൾ ജലന്ധറിലാണ് ജനിച്ചത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതേ സ്ഥലത്താണ് ഏതാണ്ട് 37 വർഷങ്ങൾക്ക് മുമ്പ് DYFI രൂപീകരിച്ചത്, ലുധിയാനയിൽ. താങ്കൾ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നിരിക്കും. താങ്കൾ വളർന്നു, SFIയുടെ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി, പാർലമെൻറ്റ് അംഗമായി, CPM സംസ്ഥാന കമ്മിറ്റി അംഗമായി. DYFI എത്രമാത്രം വളർന്നു? DYFI വലിയ തോതിൽ വളർന്നു. ഞങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ 10 ലക്ഷത്തിൽ താഴെയായിരുന്നു ഇന്ത്യയിൽ അംഗസംഖ്യ. ഇന്ന് 1,15,53,000 പേരാണ് DYFIയിൽ അംഗങ്ങളായിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 53,118 പേർ. 1,15,53,118 പേർ DYFIയിൽ അംഗങ്ങളായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലുണ്ട്. അപ്പോൾ വലിയ വളർച്ച തന്നെ DYFIക്ക് ഉണ്ടായി. അന്ന് ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് 24 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളിൽ സംഘാടക കമ്മിറ്റികൾ, ഓർഗനൈസിംഗ് കമ്മിറ്റികളുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ ഗുജറാത്തിൽ ഇതുപോലെ DYFIയുടെ ഒരു കമ്മിറ്റി, സംസ്ഥാന സമ്മേളനം നടത്തി കമ്മിറ്റി രൂപീകരിച്ചത്. DYFI വളരുകയാണ്. പക്ഷേ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല, ഒരു ദേശീയ തലത്തിൽ ചലനം സൃഷ്ടിക്കാൻ DYFIക്ക് എത്രമാത്രം കഴിയുന്നു? ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വട്ടപൂജ്യമല്ലേ? ശരിയായ കാര്യമല്ല. ശരിയായ കാര്യമല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ചെന്നൈയിൽ നടന്ന സമരത്തെക്കുറിച്ച് പറഞ്ഞു, ബാംഗ്ലൂരിൽ നടന്ന സമരത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് പറഞ്ഞു. ചെന്നൈ IITയിലെ വിദ്യാർത്ഥികളുടെ അംബേദ്കർ പെരിയാർ സ്റ്റഡി സർക്കിൾ നിരോധിച്ചപ്പോൾ നിരോധനത്തിൻ്റെ പിറ്റേ ദിവസം ആയിരക്കണക്കിന് DYFI പ്രവർത്തകരാണ് IITയുടെ മുമ്പിലെത്തിയത്. ആദ്യം ആ പ്രശ്നം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ പ്രചാരം കൊടുത്തതാണല്ലോ. അതിനുവേണ്ടി ആ സമരത്തിന് ആദ്യത്തെ ഇടപെടൽ DYFIയുടേതായിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരത്തിൽ ആദ്യം ഇടപെടൽ നടത്തിയ DYFI. ഞാനവിടെ നേരിട്ട് പോയിട്ടുണ്ടായിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ മനുഷ്യച്ചങ്ങല നടത്തി. അത് കേരളത്തിലെ സാഹചര്യം എവിടെയെന്ന് ആലോചിക്കണം. നിരന്തരം കയറി ശിവസേന RSS ഗുണ്ടകൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി കുട്ടികളെ ആക്രമിക്കുകയും അവരുടെ പ്രചരണ സാമഗ്രികൾ മുഴുവൻ തകർത്തെറിഞ്ഞ് പോലീസ് നോക്കി നിൽക്കുകയും ചെയ്യാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് എന്ത് സംഭവിക്കാമെന്ന സാഹചര്യത്തിലായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ. ഞാൻ MP ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. എന്നാലും ഒരുപക്ഷെ RSSോ ശിവസേനയോ തല്ലാൻ തീരുമാനിച്ചാൽ കൊള്ളുക എന്നല്ലാതെ നിർവാഹമില്ല. എന്നിട്ടും അവിടെ 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി ഞങ്ങൾ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. പൂനെ നഗരത്തിൽ 5 കിലോമീറ്റർ, ഈ നഗരത്തിൽ ആദ്യമായിട്ട് ഈ സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്ന സംഘടന DYFI ആയിരുന്നു. അവിടെ കൺവെൻഷൻ നടത്തി. JNU പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെട്ട് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, ബുദ്ധിജീവികൾ ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് യുവജന കൺവെൻഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ ആസാം മുതൽ നേപ്പാൾ വരെയുള്ള ചെന്നൈ വെള്ളപ്പൊക്കം ഇതെല്ലാം ഉണ്ടായപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഞങ്ങൾ ഫണ്ട് സമാഹരണം നടത്തി. ഏത് യുവജന സംഘടനയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്?